ഹലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ കുറേ കാലത്തിന് ശേഷമായിട്ട് ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സുഖമാണോ? അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ജനവാതിലൊക്കെ തുറന്നിട്ടിട്ടോ റൂമിൻ്റെ. അതൊക്കെ തുറന്നിട്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, മനസ്സിനൊരു നല്ലൊരു സമാധാനമാണ്. നമ്മളങ്ങോട്ട് പുറത്തോട്ട് നോക്കുമ്പോഴും ആ പച്ചിലകളൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെയാണ്. അങ്ങനെ അതാ നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോൾ എഴുന്നേറ്റ് വന്ന് ഓരോ വർത്തമാനം ചോദിക്കുകയാണ്. എല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എൻ്റെ മോള് എന്നെക്കാട്ടി നേരത്തെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് മോൾ എത്ര നേരത്തെ എഴുന്നേറ്റ്, കുറച്ച് നേരം കൂടി എനിക്കൊന്ന് കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ LKG-യിലാണ്. അപ്പം അവളിപ്പോൾ പറയും, അമ്മ ടീച്ചർ പറഞ്ഞാണ് എന്നും അതിരാവിലെ എഴുന്നേൽക്കാൻ, എന്നിട്ട് സൂര്യഭഗവാനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അതവിടെ കിടക്കട്ടെ. അവൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്, നേരത്തെ എഴുന്നേൽക്കും. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി ടീച്ചേഴ്സ് അങ്ങനെ പറയണതുകൊണ്ട് അവൾക്ക് അതിനൊരു കാരണമായി. എന്നാലും നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഈ തണുപ്പുള്ള സമയത്തൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി കിടന്നുറങ്ങിക്കൂടെ മോളെ ഞാൻ ചോദിക്കും. ഏതായിട്ട് ആൾക്ക് ഉറക്കമേ ഇല്ല. അതിരാവിലെ എൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുന്നേറ്റ് പോരും. ആ സോഫയിൽ അങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നെ മുറ്റത്ത് അച്ഛൻ്റെ കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നടക്കലും അങ്ങോട്ട് പോയി അടുക്കളയിൽ ഇങ്ങനെ നോക്കലും ഒക്കെയാണ് അവളുടെ പരിപാടി. നിങ്ങളെ കുട്ടികളും ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട്. തനിമോക്കിന്ന് നെയ്ച്ചോറാട്ടോ കൊണ്ടുപോകുന്നത്. അതിലേക്ക് പൊട്ടറ്റോ പൊരിച്ചതും വീട്ടിൽ നിന്ന് അമ്മ നല്ല കടുമാങ്ങ കണ്ണിമാങ്ങ അച്ചാറില്ലേ, അതിട്ട് കൊടുത്തയച്ചിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് തീരാനായിരുന്നു, അടിയിൽ ലേശമുള്ളൂ. തനിമോക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ അതിലേക്കൊരു പപ്പടം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കുട്ടി ഇപ്പോൾ എന്നും ചന്ദനം തൊട്ടാണ് സ്കൂളിൽ പോവുക. കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്നും കുളിച്ച് നല്ല ചന്ദനമൊക്കെ തൊട്ടിട്ടാണ് പോവാറ്. അപ്പോൾ അവൾക്കതില്ലാണ്ട് പോകാനേ പറ്റില്ല. ഞാൻ മറന്നു പോയാലും അവളെ ഓർമ്മിപ്പിക്കും, അമ്മ കുറി തൊട്ടിട്ടില്ല. അത് കേൾക്കുമ്പോൾ സന്തോഷം. അവൾക്ക് എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് തനിമോളെ കൂടെ ഞാനും പോവുന്നുണ്ട്. എനിക്ക് അവിടെ അടുത്തൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തനിമോളെ സ്കൂള്. അപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ മെല്ലെ പോയി ഞാൻ അവളെ ആക്കുക. അപ്പോൾ അവിടെ ഒരു കിളിക്കൂടുണ്ട് കേട്ടോ. ഒരു വീട്ടിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അതാ ക്ലാസ്സിലെത്തി. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക,